നമസ്കാരം. ഗോപൻ സ്വാമിയെ സ്ലാബിട്ട് മൂടി അതിന്റെ മേളിൽ സിമെന്റ് ഇട്ട് കൂട്ടി. അപ്പൊ ആ ഒരു കണ്ടന്റ് ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മക്കൾ അറിഞ്ഞുകൊണ്ട് ഗോപൻ സ്വാമി അതിട്ട് മൂടിയതാണോ അതോ ഗോപൻ സ്വാമി സ്വയം അതിലേക്ക് വന്നതാണോ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് വെൽക്കം ചെയ്യാൻ കഴിയത്തില്ല. ഗോപൻ സ്വാമി മരിച്ചു പോയിട്ടുണ്ട്. വഴിമുക്ക് കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ആചാര്യനായി നാട്ടിൽ അറിയപ്പെടുന്ന ഗോപൻ സ്വാമി വ്യാഴാഴ്ച സമാധിയായെന്നാണ് മക്കൾ പറയുന്നത്. വ്യാഴാഴ്ച എന്നാണ് അവ ഉദ്ദേശിച്ചത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള സമാധി സ്ഥലത്ത് കല്ലറയിൽ മൃതദേഹം അടക്കി സ്ലാബിട്ട് മൂടിയെന്നാണ് മക്കളുടെ വിശദീകരണം. നല്ല പയ്യന്മാരാണ്. പക്ഷെ ഇതൊന്നും നാട്ടുകാരെ അറിയിച്ചിരുന്നില്ല. ഓം നമ ശിവായ. അമ്മച്ചി ആരാവൻ എന്ന് ചോദിക്കും. എന്തായാലും അവിടുന്ന് പറഞ്ഞ ഓം നമ ശിവായ. അപ്പോഴേ മോൻ തിരിച്ചു വിളിച്ചോണ്ട് പോവാത്തോട്ട്. കലകളെ ഉണർത്തി കുംഭകം ചെയ്യും. അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. അവന്റെ വാപ്പ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്തെന്ന് പറഞ്ഞ കാര്യമാണ് കുംഭകം ചെയ്ത് മരിച്ചു എന്ന്. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ മക്കളെ പറയാൻ ശരിയല്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അച്ഛൻ നടന്നു. നല്ല ഫാമിലിയാണ്. നല്ല ഗുരുകുലമുള്ള കുടുംബം തന്നെയാണ്. നല്ല സംസ്കാരം വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും. തീർച്ചയായിട്ടും അത് നാട്ടുകാർ പറയുന്നതാണ്. 2 വർഷമായിട്ട് കിടപ്പിലായിരുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഇയാൾ മരിച്ചു കാണും. നോർമലി അദ്ദേഹം മരിച്ചായിരിക്കാം. പക്ഷേ ഈ മക്കൾ ഒരു കഥ അങ്ങ് അടിച്ചിറക്കി. ഈ അമ്പലം ബേസ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അമ്പലമാണല്ലോ ബിസിനസ്, നല്ല വരുമാനം വരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ എന്തോ ഒരു പരിപാടി ഇവന്മാര് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കുംഭകം ചെയ്തൊക്കെ മരിച്ചെന്ന് പറഞ്ഞാൽ സുലോചന പോയോ? സുലോചനയിലേക്ക് വരാം. സുലോചനയാണ് ആ അമ്മ. ഓം ശംഭോ മഹാദേവ. സുലോചന നമുക്കൊപ്പമുണ്ട്. എന്താണ് ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു. എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാം? നിങ്ങൾക്ക് എന്ത് കേൾക്കണം? ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തൊരു കേൾക്കണം? ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല. അതിൽ പല വിവാദങ്ങൾ പറയുന്നു. എന്തൊരു വിവാദം പറയും? വിഭാഗമല്ല, വിവാദം. നാട്ടുകാര് മുമ്പിത്തരം പറയുന്നെന്ന്. പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു മരിച്ചെന്ന്? അത് ഇങ്ങോട്ട് വരണം. മരിച്ചില്ലേ? അപ്പൊ ജീവനോടെ കുഴിച്ചിട്ടോ? എന്തോ ഇവര് പറയുന്നേ? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാതെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം നമുക്ക്. അതായത് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. അവരുദ്ദേശിക്കുന്നത് എന്ത് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് നേരത്തെ അവർക്ക് അറിയണം. എന്നാലേ അവർക്ക് ഉത്തരം തരാൻ കഴിയത്തുള്ളൂ. അപ്പ ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടത്തില്ല എന്ന്. കാരണം കള്ളങ്ങൾ പറയണ്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഗോപൻ സ്വാമി ശരിക്കും സമാധി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മരിച്ചെന്ന് ആര് പറഞ്ഞു? തുറന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒരിക്കലും ഇല്ല. ഹിന്ദു ആചാര്യത്തെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരെ ഇനി കൊണ്ടുവരണം. പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി ഈ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി ഈ മരിച്ചു. സമാധി വിട്ടിട്ടൊരു കളിയില്ല. എന്തായാലും ഗോപൻ സ്വാമി തീർന്നു. ഗോപൻ സ്വാമിയെ മരിച്ചിട്ടില്ല, സമാധിയായി. സമാധി എന്ന് പറഞ്ഞാൽ ജീവനോട് അതിനകത്ത് കൊണ്ട് കുഴിച്ചുകൂടി. എന്തുവാ സംഭവം എന്ന് മനസ്സിലായിട്ട്. എന്തായാലും നല്ല ഫാമിലിയാണ്. നല്ല ഗുരുകുല പഠനങ്ങളിലൂടെ പഠിച്ചു വന്ന ഗോപൻ സ്വാമിയുടെ ഇളയ മകനാണ്. സംസാരത്തിൽ വിദഗ്ധൻ. മൂത്തവാനൊരു മൊണ്ണയാണ്. ഇങ്ങനെ തോന്നി. എന്തായാലും നമുക്ക് കളക്ടറുടെ പുതിയ ഉത്തരവനുസരിച്ച് ഇത് പൊളിക്കുമോ ഇല്ലയോ, അൺബോക്സിംഗ് ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. കേരളം കാത്തിരിക്കുന്ന ഒരു അൺബോക്സിംഗ് തന്നെ ആവട്ടെ ഈ ഒരു വീഡിയോ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് കേരളത്തിനെ കൊണ്ട് വിക്കിത്താൻ. ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് അൺബോക്സിംഗ് ഡ്യൂഡ് തന്നെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കേരള ബിഗസ്റ്റ് അൺബോക്സിംഗ് എവർ.